ഒരു സ്ട്രോക്ക് പേഷ്യന്റ് ഒരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു പ്രോപ്പർ അസസ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. അതായത് ആ രോഗിയുടെ വന്നപ്പോഴുള്ള കണ്ടീഷൻ, അദ്ദേഹം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഗ് ഹിസ്റ്ററി, അദ്ദേഹത്തിന് മുമ്പ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നുവോ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചലന ശേഷിയുടെ ഏത് ലെവലിലാണ് അത് നിൽക്കുന്നത്, ഇപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന രീതിയിലുള്ള എല്ലാ രീതിയിലും, അതായത് അദ്ദേഹത്തിന്റെ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, അതായത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് അസസ്മെന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് എടുക്കും. ഈ ഡീറ്റെയിൽഡ് അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും ട്രീറ്റ്മെന്റും പോകുന്നത്. മിക്കപ്പോഴും രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്, സർ എന്നാണ് ഹസ്ബൻഡ് നടന്നു തുടങ്ങുക, അല്ലെങ്കിൽ എന്റെ ചേട്ടൻ എന്ന് നടന്നു തുടങ്ങും, എന്ന് ചേട്ടന് ജോലിക്ക് പോകാൻ പറ്റും. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ചികിത്സ, അതായത് ഫിസിയോതെറാപ്പി ചികിത്സ എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആദ്യം അദ്ദേഹത്തിന് ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സിറ്റിംഗ് ബാലൻസ് കൊണ്ടുവരേണ്ടി വരും. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ ഗേറ്റ് ട്രെയിനിങ് എന്ന് പറയും, അതായത് നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സ്ലോലിയാണ് നമ്മൾ അദ്ദേഹത്തിനെ നിത്യജീവിതത്തിലെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന രീതിയിലേക്ക് റെഡിയാക്കി കൊണ്ടുവരിക.